കോൺഗ്രസിന് ഇത് ആഘോഷത്തിന്റെ ദിവസമാണ്. സകലതും കൈവിട്ടു പോയിടത്ത് നിന്ന് ഹരിയാന തിരിച്ചുപിടിക്കുന്നു. കോൺഗ്രസ് 60-ലധികം സീറ്റുകളിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മുൻപിലാണ്. ഹരിയാനയിലെ BJP വാഴ്ച അവസാനിക്കുന്നു, കോൺഗ്രസ് വാഴ്ച തുടങ്ങുന്നു. ഭൂപീന്ദർ സിംഗ് ഹൂഡ ഒരിക്കൽ കൂടി ഹരിയാനയുടെ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ്. 60-20 എന്നുള്ള നിലയിൽ 60 കോൺഗ്രസും 20 BJPയും ലീഡ് ചെയ്യുകയാണ്. ഹരിയാനയിലെ ഗോതമ്പ് പാടങ്ങളിൽ ഒരു താമരയും വിളവെടുക്കില്ല. അവിടെ ഗോതമ്പ് തന്നെയാണ്, കർഷകന്റെ കണ്ണീരാണ് അതിന് വളമാകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിധിയെഴുത്ത്. BJPയുടെ കോട്ടകളിലേക്ക് ഇടിച്ചു കയറുന്ന ട്രാക്ടറുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇവിടെ നമുക്കറിയാം, മഹാഭാരത യുദ്ധത്തിൽ മുടിയഴിച്ചിട്ട് ദ്രൗപദിയെങ്കിൽ ഇവിടെ മുടി മുറിച്ചിട്ട് വിനേഷ് ഫോഗട്ട് എന്നുള്ളതാണ്. അത്രയും വലിയ രാഷ്ട്രീയ വൈകാരിക യുദ്ധത്തിനാണ് ഹരിയാനയുടെ ഗോതകൾ സാക്ഷിയാകുന്നത്. ഹരിയാനയിൽ വലിയ വിജയത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു. അനിൽ വിജ് അടക്കമുള്ള BJPയുടെ പ്രമുഖർ പിന്നിലാണ്. അംബാല കന്റോൺമെന്റിൽ അനിൽ വിജ് പിറകിലാണ്. ഇത് BJPയെ സംബന്ധിച്ച് മുഖത്തേൽക്കുന്ന പ്രഹരമാണ്. 10 വർഷങ്ങൾക്ക് ശേഷം, ഒരു പതിറ്റാണ്ടിന് ശേഷം ഇതാ BJP ഹരിയാനയിൽ 45 ജമ്മു കാശ്മീരിൽ 45 എന്ന നമ്പർ തൊട്ടിരിക്കുകയാണ്. ഭൂരിപക്ഷത്തിലേക്ക് 45 എന്ന നമ്പർ തൊട്ടിരിക്കുകയാണ്. പക്ഷെ അത് 90ന്റെ പകുതിയാണ്, 95ന്റെ പകുതിയല്ല എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ടും സാധ്യമാകുമോ BJPക്ക് എന്തെങ്കിലും എന്ന് ഈ ലീഡ് നില വെച്ച് നമുക്ക് ചോദിക്കാൻ കഴിയും. പക്ഷെ ഹരിയാനയിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ലീഡ് നില വെച്ചും 5 സീറ്റുകൾ, 5 നോമിനേറ്റഡ് MLA-മാർ വന്നാലും ഈ ലീഡ് നില വെച്ച് BJPയെ സംബന്ധിച്ച് സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഇത് പ്രാഥമിക ഫലസൂചനയാണ്. ഇതാണ് ട്രെൻഡ് ആവുന്നത് എങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അധികാരത്തിലെത്താൻ പോവുകയാണ്. ധാരാളം മറ്റുള്ളവർ, അതല്ലെങ്കിൽ PDP അടക്കമുള്ള കക്ഷികളുടെ പിന്തുണ. ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷിയാണ് മെഹബൂബ മുഫ്തിയുടെ PDP എന്നോർക്കണം. അങ്ങനെയാണെങ്കിൽ രണ്ടിടത്തും, ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ഇതാ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുന്നു. 90 19ലേക്ക് BJP താഴുകയാണ്. 61 കോൺഗ്രസ് കുതിച്ചു കയറുകയാണ്. BJPയുടെ പ്രമുഖ നേതാക്കളടക്കം പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കുകയാണ്. ഹരിയാനയിൽ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ കോൺഗ്രസിന്റെ വമ്പിച്ച തിരച്ചുവരവ് കാണുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൽ 45 എന്ന മാജിക് നമ്പർ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം തൊടുകയാണ്. PDPക്ക് 5 സീറ്റുണ്ട്. PDPയുടെ 5 സീറ്റുകളിലേക്ക് BJPക്ക് എത്തി നോക്കാൻ പോലും കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം സ്വന്തം രാഷ്ട്രീയത്തിന്റെയും 5 സീറ്റുകൾ, 28 സീറ്റുകളിൽ നിന്ന് 5 സീറ്റുകളിലേക്ക് പരിമിതപ്പെട്ടു പോയ മെഹബൂബ മുഫ്തിക്ക് വീണ്ടും BJP പാളയത്തിലേക്ക് എത്തി നോക്കാൻ കഴിയുമോ? കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് 14 ജമ്മുവിൽ 23 BJP ലീഡ് ചെയ്യുമ്പോൾ 14 ലീഡ് ചെയ്യുകയാണ്. അതായത് ജമ്മുവിൽ BJP ഉദ്ദേശിച്ച വലിയ മേൽക്കൈ ഉണ്ടാകുന്നില്ല. കാശ്മീർ താഴ്വരയിൽ നാഷണൽ കോൺഫറൻസ് അവരുടെ കോട്ടകൾ കാക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ 10 കൊല്ലത്തിന് 10 മടങ്ങായി മറുപടി പറയുകയാണ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ അവരുടെ വിധിയെഴുത്തിലൂടെ എന്ന് തന്നെ പറയേണ്ടി വരും. 61 കോൺഗ്രസ്, 19 BJP എന്നുള്ള 46ലേക്ക് എത്തിയിരിക്കുകയാണ് NC കോൺഗ്രസ് സഖ്യം. കേവല ഭൂരിപക്ഷം പിന്നിട്ടിരിക്കുന്നു. ദുഷ്യന്ത് ചൌട്ടാലി അടക്കം പിറകിലാണ്. JJPയുടെ ഭാവി എന്താണ് ഹരിയാനയിൽ? നോക്കൂ, കാശ്മീരിനെ സംബന്ധിച്ച്, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, പുതിയ സംസ്ഥാനം എന്ന് പറയാൻ കഴിയില്ല, പുതിയ സംവിധാനം രൂപീകരിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് ഒരു പക്ഷേ ഒമർ അബ്ദുള്ള കാശ്മീരിന്റെ മുഖ്യമന്ത്രിയാവാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം മത്സരിച്ച 2 മണ്ഡലങ്ങളിലും ഒമർ അബ്ദുള്ള ലീഡ് ചെയ്യുക കൂടിയാണ് എന്ന വസ്തുത നമ്മൾ പരിഗണിക്കുമ്പോൾ ജനവിധിയാണ് എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഈ അക്കങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് ആദ്യഘട്ട ഫലസൂചനകൾ മാത്രമാണ് എന്നുള്ളത് കൃത്യമായി എടുത്തുകൊണ്ട് തന്നെയാണ്. എന്നാലും എത്ര ബ്രില്യന്റ് ആയ ജനവിധിയാണ്. ഒരിടത്തും BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ കാശ്മീരിലെ ജനങ്ങൾ വോട്ട് ചെയ്തോ എന്നുള്ള ചോദ്യമാണ്. P. ബസന്ത് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. തീർച്ചയായും എഞ്ചിനീയർ റഷീദിനും മറ്റ് കക്ഷികൾക്കും വലിയ തോതിലൊന്നും കാശ്മീർ താഴ്വരയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പ്രാഥമിക ഫലസൂചനകളിൽ വ്യക്തമാവുകയും ചെയ്യുന്നു. ബസന്ത്, ഹരിയാനയ്ക്ക് പിറകെ ജമ്മു ആൻഡ് കാശ്മീരിലും ഇന്ത്യ സഖ്യം അധികാരത്തിലെത്താനുള്ള സാധ്യത എത്രമാത്രം? അഭിലാഷ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരിൽ BJPയുടെ കണക്കുകൂട്ടലുകളിൽ ചിലപ്പോൾ തെറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും കോൺഗ്രസ് ആദ്യ ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നു. മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയെയും മുകേഷ് അഗ്നിഹോത്രിയോടും ശ്രീനഗറിലേക്ക് പോകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് BJPയുടെ മറ്റ് ചാക്കട്ടുപിടുത്തം തുടങ്ങിയ പരിപാടികൾക്ക് യാതൊരു വിധത്തിലുമുള്ള നിന്നുകൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ തടയിടുക എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ
തന്നെയാണ് മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയെ അങ്ങോട്ട് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ഏതായാലും ഹൈക്കമാൻഡ് നേരത്തെ വലിയ തോതിൽ കോൺഗ്രസ് പഴി കേട്ടിരുന്നു. ഗോവയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വലിയ തോതിൽ ഇടപെടാൻ കഴിയാത്തത് BJP സർക്കാർ ഉണ്ടാക്കാൻ വഴിവെച്ചു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ അന്ന് കേട്ടത്. പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായ ഇടപെടൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി ശ്രീനഗറിലേക്ക് എത്തും. അവിടെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണയോടുകൂടി ഒരു യുണൈറ്റഡ് ഓപ്പോസിഷൻ അലയൻസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. അതായത് നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ്, അതോടൊപ്പം തന്നെ PDP, BJP ഒഴിച്ചുള്ള ഏത് കക്ഷിയെയും ഒപ്പം ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ നീക്കത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ടെങ്കിലും വലിയ മേൽക്കൈ കോൺഗ്രസ് NC സഖ്യത്തിന് തന്നെയാണ്. അതോടൊപ്പം തന്നെ PDP ഏകദേശം 10ഓളം വോട്ട് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത്, സ്വതന്ത്രരായി മത്സരിക്കുന്ന ഏകദേശം 8ഓളം പേർ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ തന്നെ പ്രവർത്തകർ സ്വതന്ത്രരായി മത്സരിക്കുന്നുണ്ട്. റഷീദിന്റെ പാർട്ടിയിലുള്ളവർ മത്സരിക്കും. അപ്പോൾ ഈ 8 പേരുടെ പിന്തുണയാണ് BJPക്ക് അല്പസ്വല്പം പ്രതീക്ഷ നൽകുന്നത്. അതുകൊണ്ട് തന്നെ BJPയും മുതിർന്ന നേതാക്കളെ കശ്മീരിലേക്ക് അയച്ചിരിക്കുന്നു. ഏതായാലും കോൺഗ്രസ് ആദ്യ ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ ഏത് വിധേനയും പ്രതിപക്ഷ ഐക്യത്തിൽ ഒരു സർക്കാർ രൂപീകരണം തന്നെയായിരിക്കും കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ജമ്മുവിൽ നിലവിൽ ലീഡ് പിടിച്ചിരിക്കുന്ന 14 മണ്ഡലങ്ങളുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് കഴിയുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് അവശേഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BJPയുടെ ഈ സ്വപ്ന കോട്ടകളൊന്നും അല്ലെങ്കിൽ ഈ പറയുന്ന തുന്നിക്കൂട്ടലുകളൊന്നും നടക്കാതെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കശ്മീരിൽ എന്താണ് BJPക്ക് കാത്തുവെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. തീർച്ചയായും 19 BJP എന്നുള്ള നിലയിലേക്ക് ഹരിയാനയിലെ റിസൾട്ട് മാറുകയാണ്. 65-ന് മുകളിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നതിന്റെ സൂചനകളും ഹരിയാനയിൽ നിന്ന് ലഭ്യമാവുന്നു. കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞ 70 എന്ന സംഖ്യയിലേക്ക് ഇപ്പോൾ എത്തുകയാണോ? മാസ്മരികമായ വിജയം ഹരിയാന കാത്തുവെച്ചിട്ടുണ്ടോ കോൺഗ്രസിന് എന്നുള്ള ചോദ്യമാണ്. കുൽഗാമിൽ മുഹമ്മദ് യൂസഫ് തരിഗാമി CPM സ്ഥാനാർത്ഥി പിറകിലാണ് എന്ന വാർത്ത ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അതേസമയം ഹരിയാനയിലെ ഒരു സീറ്റിൽ ഭിവാനിയിൽ മുമ്പിലാണ്. കുൽഗാമിൽ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തമായ വെല്ലുവിളി കുൽഗാമിൽ നേരിടുന്നുണ്ട്. സ്ഥിരമായി കശ്മീരിൽ നിന്ന് ജയിക്കുന്ന CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് മുഹമ്മദ് യൂസഫ് തരിഗാമി. ഈ സമയത്ത് മുഹമ്മദ് യൂസഫ് തരിഗാമി പിറകിലാണ് എന്ന വാർത്ത പ്രേക്ഷകരെ അറിയിക്കാം.